നിഷാദ് കോയ എന്നുള്ള ഒരു റൈറ്ററിന്റെ കഥ അടിച്ചു മാറ്റിയിട്ടാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു സിനിമ എടുത്തത് എന്നുള്ള ആരോപണം വളരെ അധികം ഇന്റർനെറ്റിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സും റൈറ്റേഴ്സും ചേർന്നൊരു പ്രസ് മീറ്റ് വെച്ചത്. അതിൽ അവരെന്താണ് പറഞ്ഞത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മെയിൻ 2 ചോദ്യമാണ് വന്നത്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അതുപോലെ തന്നെ നിഷാദ് കോയയുടെ ആംഗിളിൽ നിന്ന് നിങ്ങൾക്ക് കഥ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് വളരെ ചുരുക്കത്തിൽ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റാവുന്നതാണ്. ആ പ്രസ് മീറ്റിൽ അവരെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിന്റെ കഥ, അതായത് സിനിമയുടെ രചയിതാവായ ഷാരിസ് ആ കഥ എഴുതുന്നത് 2021 പറയുന്നത്. അത് ഡിജോനെ വെച്ചല്ല ചെയ്യായിരുന്നത്, ശ്രീജിത്ത് എന്നൊരു ഛായാഗ്രഹകനെ വെച്ചാണ് ചെയ്യായിരുന്നത്. അതിന് പ്രൊഡ്യൂസർ ഹാരിസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതായത് 2021 പ്ലാനിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ പ്രൊഡ്യൂസേഴ്സിന് ബോധ്യമായി എന്നവർ പറഞ്ഞു. കാരണം അതിന്റെ സ്ക്രീൻഷോട്ട്സ് എല്ലാം അവർക്ക് കിട്ടിയ മെയിൽ അയച്ച ഡ്രാഫ്റ്റിന്റെ എല്ലാം അവർക്ക് കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞു. പിന്നെ എന്തോ സാഹചര്യത്താൽ ആ പടം നടന്നില്ല. അവർ പ്ലാൻ ചെയ്ത പടം നടന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഷാരിസ് ജനഗണമയുടെ സെറ്റ് വെച്ച് ഡിജോയോട് ഈ കഥ പറയുന്നതും ഡിജോ ഇതിൽ ആകർഷിതനാവുന്നതും. അങ്ങനെയാണ് ഈ കഥ നടന്നതെന്നാണ് അവര് പറയണത്. പിന്നെ നിഷാദ് കോയയുടെ ആർഗ്യുമെന്റ് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ കഥ ജയസൂര്യയോട് നിഷാദ് കോയ പറഞ്ഞായിരുന്നു. ജയസൂര്യ ഡിജോ ഒരു ആർട്ട് ഫിലിമിൽ ജയസൂര്യ ഡയറക്റ്റ് ചെയ്യാൻ വന്നു. അപ്പൊ ജയസൂര്യ ഡിജോ ആയിട്ട് സംസാരിക്കുകയും ഡിജോന് ഇഷ്ടാവുകയും ഡിജോ പിന്നെ നിഷാദ് കോയായിട്ട് സംസാരിക്കുകയും ചെയ്തായിരുന്നു. നിഷാദ് കോയ തന്നെ പറയുന്നുണ്ട് ആ സംസാരം കണ്ട് ഇവരൊരു സംസാരം ഉണ്ടായിട്ടില്ല എന്ന്. അത് ഇവര് ഈ പ്രസ് മീറ്റ് പറയുക തന്നെ ഉണ്ടായി. പിന്നെ ജയസൂര്യ അടുത്ത് പ്രൊഡ്യൂസേഴ്സ് ചോദിച്ചപ്പോൾ ജയസൂര്യ പറഞ്ഞത് ഇതിന് 1 ലൈൻ മാത്രമേ പറഞ്ഞുള്ളൂ, കഥ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പ്രസ് മീറ്റ് വെച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഈ സിനിമയുടെ നിർമ്മാതാക്കളും മേക്കേഴ്സ് എല്ലാം പറയുന്നത് ഇത് പ്യൂർലി കോയിൻസിഡന്റൽ ആണെന്നാണ് പറയുന്നത്. കാരണം ഇതേപോലെ തന്നെ വേറൊരു കഥ 2014 വന്നിട്ടുണ്ടായെന്നും പറഞ്ഞു. ദിലീപിനെ വെച്ചൊക്കെ ചെയ്യാറുണ്ടാണ്, അത് എന്തൊക്കെയോ കാരണം കൊണ്ട് മാറ്റപ്പെട്ടു. അതുകൊണ്ട് സെയിം കഥ 3 റൈറ്റേഴ്സ് 3 രീതിയിൽ എഴുതി, ഇത് കോയിൻസിഡൻസ് ആണെന്നാണ് ഇവര് പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. എന്നാലും ഈ പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്ന ചോദ്യം എന്ന് വെച്ചാൽ, ഈ ഇഷ്യൂ എല്ലാം ഉണ്ടാവണത് നിഷാദ് കോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നാളെ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ നിഷാദ് കോയ ഒരു കഥ ഇട്ടു. ഈ കഥയായിട്ട് പ്രത്യേകിച്ച് ഒരു റിലേഷനും ഇല്ല. അതായത് നിഷാദ് കോയ ഡിജോ ഈ കഥയായിട്ടൊക്കെ ഒരു പ്രത്യേകിച്ച് റിലേഷൻ ഇല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിന് ഇതിന് ഇടപെടേണ്ട ആവശ്യം ഉണ്ടായില്ല. കാരണം കുറെ സിനിമകൾ ഇറങ്ങാൻ മുമ്പേ കുറെ പേര് കഥകൾ പ്രവചിക്കാറുണ്ട്. ഈവൻ നമ്മുടെ വിജയ് സിനിമകൾക്ക് മുമ്പ് വരെ ഇതായിരിക്കും കഥ എന്ന് മിക്കവരും പറഞ്ഞ് പ്രവചിക്കാറുണ്ട്. അതുപോലെ തന്നെ അവഞ്ചേഴ്സ് ഇറങ്ങിയപ്പോ എന്തോരം ടെയിലെന്റ് വന്നേക്കുന്നത്, എന്തോരം കഥ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊന്നും ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് എല്ലാത്തിന്റെയും വില വന്നത്. അതുപോലെ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് 10 മിനിറ്റ് ഡിലീറ്റ് ചെയ്തെന്നാണ് അറിയാൻ പറ്റിയത്. അതായത് ഈ അസോസിയേഷനൊക്കെ വിളിച്ച് പറഞ്ഞു നിഷാദ് കോയനെ കൂടെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇവിടെ നിന്നായിരുന്നു ആ പ്രശ്നത്തിന് തുടക്കം. ബട്ട് ഇത് നിഷാദ് കോയയുടെ കഥ ഇട്ടതിൽ ഇവർക്ക് എന്താണ് വിഷയം? കാരണം ഇവര് തന്നെ പറയുന്നത് നിഷാദ് കോയ ഡിജോയുടെ പിന്നെ സംസാരിച്ചിട്ടില്ല, ഇവരായിട്ട് പ്രത്യേകിച്ച് വല്ല ബന്ധമൊന്നും ഉണ്ടായിട്ടാണ് ഇവര് പറയുന്നുണ്ട്. അവരായിട്ടൊരു ബന്ധവും ഇല്ലാണ്ടെങ്കിൽ നിഷാദ് കോയൊക്കെ കഥ ഇട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിഷാദ് കോയുടെ കഥയല്ലേ എഴുതിയേക്കണത് അങ്ങനൊരു ചോദ്യവും വരാം. എന്തുകൊണ്ട് അവരത് മാറ്റാൻ പറഞ്ഞു? പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ വേറൊരു കഥ എന്ന് പറയുന്നത്, ഡിജോ നിഷാദ് കോയ ഒരു PDF അയച്ചെന്ന്, സ്ക്രിപ്റ്റിന്റെ PDF ഡിജോക്ക് അയച്ചു കൊടുത്തു ഇതാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. ബട്ട് അത് ഡിജോ ഡൗൺലോഡ് പോലും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞേക്കണത്. അതിനെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറെ കമന്റ്സ് വന്നത് ഞാൻ കാട്ടിത്തരാം. ഇപ്പൊ മേക്കേഴ്സിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ, അവരിപ്പോ സിനിമയുടെ പോസ്റ്റർ അതൊരു പരസ്യം എന്തെങ്കിലും ഇട്ടെങ്കിൽ തന്നെ താഴെ വന്ന കമന്റ് ഒക്കെ ഭയങ്കര മോശമാണ്. ഒരു പ്രൊഡ്യൂസറിന്റെ ആംഗിളിൽ ചെന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം, മൂപ്പര് കുറെ കാശ് ഇറക്കിയ പടമാണ്, മൂപ്പർക്ക് അറിയാൻ പാടില്ല കോപ്പിടിച്ചല്ലേ എന്ന്. അതുപോലത്തെ എന്ത് തികച്ചും കോയിൻസിഡൻസ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ മനസ്സിൽ രണ്ടാമത് വന്ന ചോദ്യം എന്ന് വെച്ചാൽ, ഇവര് പ്രസ് മീറ്റിൽ സംസാരിച്ചപ്പോഴൊന്നും ഈ അസോസിയേഷൻ നിഷാദ് കോയ ആയിട്ട് സംസാരിച്ചതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നിഷാദ് കോയയുടെ ഒരു പരാതി കിട്ടിയായിരുന്നു, അത് ഡിജോയുടെയൊക്കെ പരാതി കിട്ടിക്കാണ്ടാണ് കിട്ടിയെന്ന് പറഞ്ഞു. ബട്ട് നിഷാദ് കോയായിട്ട് സംസാരിച്ച് നിഷാദ് കോയ എന്ത് പറയുന്നു എന്നുള്ളതൊന്നും ഈ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടില്ലേ. ഇവരെല്ലാം ആ പടത്തിന്റെ മേക്കേഴ്സിന്റെ ആംഗിളിൽ നിന്നാണ് സംസാരിച്ചേക്കുന്നത്. അപ്പൊ അതും ദുരൂഹമായിട്ട് തന്നെ നിൽക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുന്നത് തികച്ചും കോയിൻസിഡൻസ് ആണോ അത് അടിച്ചു മാറ്റിയാണോ എന്നൊന്നും ഇപ്പോഴും അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.